സുംബ നൃത്ത വിവാദത്തിൽ സർക്കാരിനോട് ചോദ്യങ്ങളുമായി സമസ്ത കാന്തപുരം വിഭാഗം. മരുന്ന് ഉപയോഗം തടയാൻ സുംബ പര്യാപ്തമാണ് എന്നതിന്റെ തെളിവ് എന്ത് എന്ന് റഹ്മത്തുള്ള സഖാഫി എളമരം. ഓട്ടവും ചാട്ടവും കരാട്ടയും സ്കൂളിലുള്ളപ്പോൾ സൂംബയുടെ ആവശ്യം എന്ത് എന്നും റഹ്മത്തുള്ള സഖാഫി എളമരം ചോദിച്ചു. ഇംതിയാസ് കരീം ചേരുന്ന വിവരങ്ങളുമായി. നമസ്കാരം. ഇപ്പൊ കേരളത്തിൽ കത്തി നിൽക്കുന്ന ഒരു വിവാദമാണ് സൂംബ ഡാൻസ് വിവാദം. ചില മതപണ്ഡിതന്മാരും പേരൻസും അതോടൊപ്പം തന്നെ ചില അധ്യാപകരും ഈ ഒരു കാര്യം വേണ്ട, സൂംബയെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പൊ കേരള സർക്കാർ പുതുതായിട്ട് എടുത്ത ഒരു ഇനിഷ്യേറ്റീവാണ് സ്കൂളുകളിൽ സൂംബ ഡാൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. കുട്ടികൾക്ക് വ്യായാമം, ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി എന്നുള്ള രീതിയിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. യോഗ പോലെ ഒരു കാര്യം, ഒരു എക്സസൈസ്. അപ്പൊ ഇതൊരു വ്യായാമമാണ്. അപ്പൊ ഇങ്ങനെ ഒരു വ്യായാമം ചെയ്യുന്നതിലൂടെ കുട്ടികളുടെ കാര്യക്ഷമത വർദ്ധിക്കും, ബുദ്ധിവികാസത്തിനും മാത്രമല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുട്ടികളെ പോലും ടാർഗറ്റ് ചെയ്തിട്ടാണ് പല മാഫിയകളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പല വസ്തുക്കളും വിൽപ്പന നടത്തുന്നുണ്ട്. അപ്പൊ ഇത്തരം വസ്തുക്കളുടെ ഉപയോഗത്തിലേക്ക് കുട്ടികൾ പോകാതെ ഇരിക്കാനും അവരെ നേരായ വഴിയിലേക്ക് നടത്താനും മാനസികമായിട്ടും ശാരീരികമായിട്ടും അവർക്ക് നല്ലൊരു ആരോഗ്യമുള്ളൊരു ജീവിതം നയിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് നമ്മുടെ കേരള സർക്കാർ എടുത്തത്. വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. കാരണം മറ്റ് പല രാജ്യങ്ങളിലും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ ചൈന, കൊറിയ പോലെയുള്ള രാജ്യങ്ങളിൽ കുട്ടികൾക്ക് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കൊടുക്കുന്ന ഒരു കാര്യമാണ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. അപ്പൊ അത്തരം ആക്ടിവിറ്റീസിൽ എക്സസൈസുകളുണ്ട്, പല രീതിയിലുള്ള കാര്യങ്ങൾ, ഗെയിംസ് ഉണ്ട്, പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യുന്നത് വഴി അത് വെറുതെ അങ്ങ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കല്ല, അവരുടെ കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സ്പോർട്സിലായിക്കോട്ടെ, മറ്റ് ഗെയിംസിലായിക്കോട്ടെ, അത്തരം കാര്യങ്ങളിലുള്ള കുട്ടികളുടെ ഇൻട്രസ്റ്റ് കൂടും. പഠനം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ മാത്രമല്ല, ബാക്കി കാര്യങ്ങളിലും കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് വേണം. എന്നാൽ ഇങ്ങനൊരു കാര്യം പെട്ടെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ കുറെ ആൾക്കാർക്ക് കൺഫ്യൂഷനുകൾ ഉണ്ടാകും, കുറെ ആൾക്കാർക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടാകും. ആ തെറ്റിദ്ധാരണ മൂലമായിരിക്കാം പിന്നെ മതപരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യവുമില്ല. ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാർ ഉയർത്തുന്ന ചില പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് അല്പവസ്ത്രം ധരിച്ച് കുട്ടികൾ, അതായത് ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് ഒരു മതപുരോഹിതൻ പറയുന്നത് കണ്ടു. കുറെ മതപണ്ഡിതന്മാർ അങ്ങനെ സംസാരിക്കുന്നത് കണ്ടു. സത്യത്തിൽ അത് തെറ്റിദ്ധാരണയാണ്. അതോടൊപ്പം തന്നെ വേറെ ചില ആൾക്കാർ പറയുന്നത് കേട്ടു, ഇതിലൂടെ കുട്ടികൾക്ക് എന്ത് ബെനിഫിറ്റ് ആണ് കിട്ടുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള മറുപടി ഞാൻ ആദ്യം പറയാം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇവരുടെ തെറ്റിദ്ധാരണയിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ അവയർനെസ് ഇല്ലായ്മയിൽ നിന്നുകൊണ്ട്, അറിവില്ലായ്മയിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഈ സൂംബ എന്ന് പറയുന്നത് മ്യൂസിക്കിന്റെ സഹായത്തോടു കൂടിയിട്ട് ചെയ്യുന്ന ഒരു വ്യായാമ രീതിയാണ്. മറ്റ് വ്യായാമങ്ങളെ അപേക്ഷിച്ച് ഇതിനകത്ത് മ്യൂസിക്കും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവും. കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും കുട്ടികൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടാവണം. ഇപ്പൊ യോഗ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാകണമെന്നില്ല. ഗെയിംസ് പോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കുട്ടികളുടെ ഇടയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിൽ മാത്രമേ അവർ ഇൻട്രസ്റ്റ് ആയിട്ട് അത് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് സൂംബ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം മ്യൂസിക്കിന്റെ സഹായത്തോടു കൂടിയിട്ട് ഡാൻസ് കളിക്കുന്നത് പോലെ വ്യായാമം ചെയ്യുന്നു. കറക്റ്റായിട്ട് അതൊരു ഡാൻസ് ഫോം അല്ല, അതൊരു വ്യായാമ രീതിയാണ്. അപ്പം അതിന് ഒരു അല്പവസ്ത്രം ധരിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമ്മളിപ്പം യൂട്യൂബിൽ സൂംബയെ കുറിച്ച് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കുറേ വീഡിയോസ് കാണാം. അതിനകത്ത് സ്ത്രീകൾ അല്പവസ്ത്രം ധരിക്കുന്നതായിട്ടും അവരുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതായിട്ടും കാണാം. മാത്രമല്ല അതിനകത്ത് സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ച് നിന്നിട്ടാണ് ഡാൻസ് കളിക്കുന്നത്. ആ ഒരു തെറ്റിദ്ധാരണയാണ് എല്ലാവരുടെയും അടുത്തേക്ക് പരന്നേക്കുന്നത്. ശരിക്കും വളരെ ഡിസ്റ്റൻസ് ഇട്ട് നിരനിരയായിട്ട് കളിക്കാവുന്ന ഒരു കാര്യമാണ്. സ്കൂളുകളിൽ എന്തൊരു ആക്ടിവിറ്റി ചെയ്തു കഴിഞ്ഞാലും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഡിസ്റ്റൻസ് ഇട്ട് നിർത്തിച്ചിട്ട് മാത്രമേ അധ്യാപകർ ഇത്തരം ആക്ടിവിറ്റീസ് ചെയ്യത്തുള്ളൂ. അങ്ങനെയാണ്. പിന്നെ കുട്ടികൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ജേഴ്സി ഇട്ടോ അല്ലെങ്കിൽ യൂണിഫോം ഇട്ടോ ഇത്തരം കാര്യങ്ങൾ ചെയ്യാം. ശരീരം മുഴുവനായിട്ട് മറച്ചുകൊണ്ടുള്ള ഡ്രസ്സ് ഇട്ടും സൂംബ ചെയ്യാം. അതിനകത്ത് ഇവിടെ വസ്ത്രം ഇന്നത് തന്നെ ആകണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. സ്കൂളുകളിൽ ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വളരെ മാന്യമായിട്ടുള്ള വസ്ത്രം മാത്രമേ അവിടെ വെക്കത്തുള്ളൂ. സർക്കാർ ഒരിക്കലും വസ്ത്രം ധരിക്കാൻ പറയുമോ? പറയത്തില്ല. കാരണം കുട്ടികളാണ്, വളർന്നു വരുന്ന കുട്ടികളാകുമ്പോൾ അവർ മാന്യമായിട്ട് അവരുടെ ശരീരം കവർ ചെയ്തിട്ടുള്ള ഒരു കോസ്റ്റ്യൂം ആയിരിക്കും അതിന് നിർദ്ദേശിക്കുന്നത്. എനിക്ക് തോന്നുന്നു പൊതുവെ ജേഴ്സികളായിരിക്കും നിർദ്ദേശിക്കുന്നത്. ആ ജേഴ്സി ഇട്ടിട്ടായിരിക്കും കുട്ടികൾ ചെയ്യുന്നത്. അതായത് പെൺകുട്ടികളെയും ആൺകുട്ടികളെയും വേർതിരിച്ച് നിർത്തിയതിന് ശേഷം മാത്രമേ അത് ചെയ്യത്തുള്ളൂ. അല്ലാതെ ഇടകലർന്ന് നിൽക്കണമെന്നോ അല്പവസ്ത്രം ധരിക്കണമെന്നോ ഒരു നിർബന്ധവുമില്ല.
പിന്നെ പല അനാവശ്യ വസ്തുക്കൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് കുട്ടികളെ പിന്തിരിപ്പിക്കാനും കുട്ടികളുടെ മനസ്സിലെ സ്ട്രെസ് ഇല്ലാതെയാക്കാനും പ്ലഷർ കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. പ്ലഷർ എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം, ഈ ഡോപ്പമിൻ റിലീസ് എന്ന് പറയും, അത് നമ്മുടെ ശരീരത്തിലുള്ള ഒരു ഇതാണ് ഡോപ്പമിൻ. അപ്പോൾ ഈ ഡോപ്പമിൻ റിലീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ആനന്ദം കിട്ടും. ഈ പല വസ്തുക്കളും ആൾക്കാർ ഉപയോഗിക്കുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്തരം തെറ്റായിട്ടുള്ള വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഡോപ്പമിൻ റിലീസാവും. ആ ഡോപ്പമിൻ നമുക്ക് എന്തെന്നില്ലാത്തൊരു ആനന്ദം നൽകും. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിന്ന് കുട്ടികളെ പിന്തിരിപ്പിക്കണം. അപ്പോൾ അതിന് സൂംബ സഹായിക്കും. സൂംബ എന്നല്ല, ഏതൊരു എക്സസൈസ് ചെയ്യുമ്പോഴും നമ്മുടെ ശരീരത്ത് എൻഡോർഫിൻ അല്ലെങ്കിൽ ഡോപ്പമിൻ പോലെയുള്ള സന്തോഷം തരുന്ന, എനർജി തരുന്ന രീതിയിലുള്ള സാധനങ്ങൾ റിലീസാക്കും. ഓക്കെ, അപ്പോൾ ഈ ഡോപ്പമിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് മനസ്സിലാവത്തില്ല. നമ്മുടെ ശരീരത്തിൽ റിലീസ് ചെയ്യുന്ന ഹോർമോണുകളാണ്. സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാനും, സ്ട്രെസ് വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ പല രീതിയിലുള്ള ഹോർമോൺസ് റിലീസ് ചെയ്യും. അല്ലെങ്കിൽ സന്തോഷം വരുന്ന സമയത്ത് പല രീതിയിലുള്ള, ഇതെല്ലാം ഓരോരോ കാര്യങ്ങളുടെ കളിയാണ്. നമ്മുടെ ശരീരത്തിൽ ഭയങ്കര കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ വ്യായാമം ചെയ്യുന്നതിലൂടെ, സൂംബ പോലെയുള്ള വ്യായാമം ചെയ്യുന്നതിലൂടെ അതിലൂടെ നമുക്ക് ആനന്ദം കിട്ടും. നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് റെഡ്യൂസ് ആവും. നമ്മുടെ ഒരുപാട് തവണ ഇരിക്കുകയാണ് കുട്ടികൾ എന്ന് പറയുമ്പോൾ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ലാസ് റൂമിൽ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് വല്ലതും ഇന്റർവെല്ല് കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ. ഓടിച്ചാടി കളിക്കാനൊന്നും ഇപ്പം സമയമില്ല, ഗ്രൗണ്ടിൽ പോയി കളിക്കാനൊന്നും ഇപ്പം സമയമില്ല. അപ്പോൾ രാവിലെ ഈ ഒരു വ്യായാമം ചെയ്തതിന് ശേഷമാണ് കുട്ടികൾ ക്ലാസ്സിൽ വന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം കുട്ടികൾക്കൊരു ലോങ് ടേമിൽ കിട്ടും. നല്ല ആരോഗ്യവാന്മാരായിട്ടുള്ള കുട്ടികളെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ഇത്തരം ഒരു എനർജി അല്ലെങ്കിൽ ഒരു എൻജോയ്മെന്റ് ഇതിലൂടെ കിട്ടുന്നതോട് കൂടിയിട്ട് കുട്ടികൾ പല രീതിയിലുള്ള കാര്യങ്ങളിൽ നിന്നും വിമുക്തി ഉണ്ടാകും. പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ജിമ്മിൽ പോകുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ, ജിമ്മിൽ പോയി കഴിയുമ്പോൾ അവർക്ക് തെറ്റായിട്ടുള്ള ശീലങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പതിയെ ആ ശീലങ്ങൾ പോലും അവരുടെ അടുത്തുനിന്ന് മാറും. നല്ല രീതിയിൽ എക്സസൈസ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ വ്യായാമങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികൾക്ക് ഇത്തരം വസ്തുക്കളിൽ നിന്ന് വിമുക്തി നേടാൻ എളുപ്പമാണ്. അതെന്തുകൊണ്ടാണ്? ഇങ്ങനെ വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് സ്ട്രെസ് റിലീസാകും, നമുക്ക് എക്സ്ട്രാ സന്തോഷം കിട്ടും, ഡോപ്പമീൻ റിലീസാകും. അങ്ങനെ നമുക്കൊരു ആനന്ദം ആ വ്യായാമത്തിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ വ്യായാമത്തിൽ നിന്ന് ആനന്ദം കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ തെറ്റായിട്ടുള്ള വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുമോ? ഒരിക്കലും ഇല്ല. അപ്പോൾ ഇത് നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. ഇതിനകത്ത് ഇത്ര വലിയ പ്രശ്നമാക്കേണ്ട രീതിയിലുള്ള ഒരു കാര്യവുമില്ല. അനാവശ്യമായിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ്. പിന്നെ സ്കൂളുകളല്ലേ, സ്കൂളുകളിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മതത്തെ വലിച്ചിടാതെ ഇരിക്കുക. ചില മതപണ്ഡിതന്മാരും പുരോഹിതന്മാരും ഒക്കെയാണ് കൂടുതലായിട്ടും പ്രശ്നം ഉണ്ടാക്കുന്നത്. പിന്നെ ചില അധ്യാപകരും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് അധ്യാപകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനെ പറ്റിയിട്ടൊന്ന് പഠിക്കുക. നമുക്ക് അവയർനെസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനെ പറ്റിയിട്ട് ആദ്യം പഠിക്കുക. പിന്നെ മാതാപിതാക്കൾക്ക് ചിലപ്പം അവയർനെസ് ഉണ്ടാകണമെന്നില്ല. കാരണം മാതാപിതാക്കൾ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് മാതാപിതാക്കൾ ഉണ്ടാവും. അവരിത് പെട്ടെന്ന് കേൾക്കുമ്പോൾ പിന്നെ ഇനിയും പിള്ളേരെ തുള്ളാൻ വിടുവല്ലേ, ഇങ്ങനൊരു ചിന്താഗതി ആയിരിക്കും മാതാപിതാക്കൾക്കുള്ളത്. ആ ഒരു ചിന്താഗതിയിൽ നിന്നായിരിക്കും മാതാപിതാക്കൾ പറയുന്നത് കുട്ടികളെ വിടത്തില്ല, കുട്ടികൾ ചെയ്യണ്ടാന്ന്. പക്ഷേ ഇത്തരം അവയർനെസ് ഇല്ലാത്ത മാതാപിതാക്കൾക്ക് അവയർനെസ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് അധ്യാപകരാണ്. അപ്പം ഒരു കാര്യം പാടെ നിഷേധിക്കാതെ അത് നല്ലതാണോ, അതുകൊണ്ട് ഗുണമുണ്ടോ, ബെനിഫിറ്റ് ഉണ്ടോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിഷേധിക്കുക. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇൻട്രസ്റ്റോടുകൂടി ചെയ്യാൻ പറ്റുന്ന ഒരു വ്യായാമ രീതിയാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്ന് നിൽക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇഷ്ടമുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ്, വസ്ത്രം ധരിച്ച് ഒരു കുട്ടിക്ക് ശരീരം മുഴുവനായിട്ടും മറച്ചു നിന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും സാധിക്കും. അപ്പം ഇഷ്ടപ്പെട്ട കംഫർട്ടബിൾ ആയിട്ടുള്ള വസ്ത്രം ധരിച്ച് ചെയ്യാം. ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ കുട്ടികളുടെ ഒരു ആരോഗ്യക്ഷമതയും കാര്യക്ഷമതയും ബുദ്ധിവികാസവും ഒക്കെ കൂടുതലാവത്തേ ഉള്ളൂ. അത് കുട്ടികൾക്ക് ഗുണം ചെയ്യത്തേ ഉള്ളൂ. കുറച്ചും കൂടി പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ എനർജറ്റിക് ആയിട്ട് ചെയ്യാനും അവർക്ക് കിട്ടും. നല്ല ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കാനൊക്കെ കുട്ടികൾ തുടങ്ങും. വിശപ്പ് കൂടും, ദാഹം കൂടും. അപ്പം നല്ലതുപോലെ വെള്ളം കുടിക്കും, നല്ലതുപോലെ ഭക്ഷണം കഴിക്കും. ഈ ഒരു അൺഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലാണ് കുട്ടികൾ ലീഡ് ചെയ്യുന്നത്. കാരണം പഠിക്കാൻ ഒരുപാടുണ്ട്, സ്ട്രെസ്സ് കൂടുതലാണ്, എപ്പോഴും ക്ലാസ്സിൽ ഇരിക്കുകയാണ്. അപ്പം ഇതിൽ നിന്നൊക്കെ കുട്ടികൾക്കൊരു മോചനം കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തരം വ്യായാമ രീതികൾ ശരിക്കും നല്ലതാണ്. അത് കരിക്കുലത്തിൻ്റെ പാർട്ടും കൂടി ആക്കുമ്പോൾ എല്ലാ കുട്ടികളും ചെയ്യുകയും ചെയ്യും.